അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, വേൾഡ് വൈഡ് തന്നെ കത്തി നിൽക്കുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയ സ്ട്രേഞ്ചർ തിങ്സ് ആണ്. അപ്പോൾ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിൽക്കുന്ന സീസൺ 5 എപ്പിസോഡ് 1 ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വില്ല് കാട്ടിനകത്തുണ്ടാക്കിയ ചെറിയൊരു വീടാണ്. അതിനകത്താണെങ്കിൽ പാട്ടൊക്കെ പാടുന്ന പോലത്തെ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി അടുത്തേക്ക് പോകുമ്പോണെങ്കിൽ വില്ല് പേടിച്ചോണ്ട് എന്തൊക്കെയോ സ്വയം പറയുന്നതാണ് കാണുന്നത്. അപ്പോ ഒരു നിഴൽ പോലെ ഡെമോഗോർഗൻ വന്ന് അവിടുത്തെ വാതിൽ അടിച്ചു പൊളിച്ചിട്ട് അകത്ത് കയറി വായ തുറക്കുമ്പോ തന്നെ വില്ലാണെങ്കിൽ തോക്കെടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡെമോഗോർഗിന്റെ തുറന്ന വായ അതേപോലെ അടപ്പിക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി ഒരു വലിയ മരത്തിൽ കയറുന്നുണ്ടെങ്കിലും അത് മഞ്ഞ് മൂടിയ സമയമായോണ്ട് തന്നെ ഒന്നും തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണെങ്കിൽ ഡെമോഗോർഗൻ വേഗത്തിൽ മരത്തിൽ കയറുന്നുണ്ട്. ഡെമോഗോർഗൻ കയറുമ്പോ ആണെങ്കിൽ ആ മരത്തിന്റെ ചില്ലൊക്കെ പൊട്ടിച്ചിട്ടാണ് കയറുന്നത്. ഇതൊക്കെ മുകളിൽ നിന്ന് കണ്ട വില്ലാണെങ്കിൽ തൊട്ടടുത്ത മരത്തിലേക്ക് ചാടുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഡെമോഗോർഗൻ അവനെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജസ്റ്റിന് വില്ല് രക്ഷപ്പെടുന്നുണ്ട്. വില്ല് രക്ഷപ്പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. വില്ലാണെങ്കിൽ അപ്പുറത്തെ മരത്തിൽ ചവിട്ടുമ്പോ തന്നെ അതിലെ ചില്ലയൊക്കെ പൊട്ടി പൊട്ടി താഴോട്ട് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ബാഗ് ഒരു ചില്ലയില് കൊളുത്തിയപ്പോൾ തന്നെ വില്ല് എന്താണെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ ബാഗിന്റെ ടൈറ്റ് ആക്കുന്ന സാധനമാണെങ്കിൽ ഊരി വില്ല് താഴോട്ട് തന്നെ വീഴാണ് ചെയ്യുന്നത്. അപ്പോൾ ആരോ വില്ലിനെ വലിച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു ഹൊറർ ഫീലൊക്കെ തരുന്ന ഒരു വീടാണ്. വീടെന്ന് പറയുന്നതിൽ നല്ലത് ഒരു പ്രേത ബംഗ്ലാവാണെന്ന് പറയുന്നതാണ് നല്ലത്. അതിനകത്താണെങ്കിൽ ഡെമോഗോർഗൻ ആണെങ്കിൽ വില്ലിനെ വലിച്ച് ഒരിടത്ത് ഇടുന്നുണ്ട്. അപ്പോ ആ കാട്ടിൽ നിന്ന് വില്ലിനെ വലിച്ചതും ഡെമോഗോർഗൻ ആയിരിക്കുമല്ലോ. ഡെമോഗോർഗൻ വില്ലിനെ അവിടെ ഇട്ടിട്ട് പോകുമ്പോ നമ്മുടെ ഡെമോഗോർഗൻ പോയല്ലോ, വില്ല് രക്ഷപ്പെട്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ഡെമോഗോർഗൻ പോയപ്പാണെങ്കിൽ അതിലും വലിയൊരു മോൺസ്റ്റർ ആയ വെഗ്ന വരാണ് ചെയ്യുന്നത്. വെഗ്ന വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാമ്പ് പോലത്തെ സാധനം കൊണ്ട് വില്ലിനെ ചുറ്റി അവിടുത്തെ ചുമരിൽ പറ്റിക്കുന്നുണ്ട്. എന്നിട്ട് ആ വെഗ്നയാണെങ്കിൽ വില്ലിന്റെ അടുത്തേക്ക് പോയിട്ട് ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നേ, ആരംഭിച്ചാലോ എന്ന് പറഞ്ഞ് വെഗ്ന അവനെ പറ്റിച്ചിരിക്കുന്ന പോലത്തെ സാധനം അവന്റെ വായിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് വില്ലിന്റെ തലയിൽ പിടിച്ചിട്ട് നീയും ഞാനും ഒരു നല്ല വിഷയത്തിൽ ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ വില്ലിന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് വില്ല് എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് സീസൺ 5 എപ്പിസോഡ് 1 തുടങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് മൈക്കിന്റെ അനിയത്തിയായ ഹോളിയെയാണ്. ഹോളി ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ പ്ലേറ്റ് ഒക്കെ വെച്ച് ടേബിൾ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ജനലിന്റെ അടുത്ത് എന്തോ കണ്ടിട്ട് അവൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു മങ്ങിയ രൂപമുണ്ട്. അവൾ അതിനെ നോക്കി കൈവീശി കാണിക്കുമ്പോഴാണ് പുറകീന്ന് ഹോളീന്റെ അമ്മ വിളിക്കുന്നത്. എന്നിട്ട് ഹോളീനോട് എല്ലാരെയും ഫുഡ് കഴിക്കാൻ വിളിക്കാൻ പറയുമ്പോൾ ഹോളി സമ്മതം എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് സ്റ്റെയറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഉറക്കെ വിളിച്ച് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് മൈക്ക് വരാന്ന് ഒച്ചത്തിൽ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്നതാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് കിച്ചണിൽ കൊണ്ടുപോയി വെച്ച് പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. ഹോളിയും ബാഗൊക്കെ എടുത്ത് അവളുടെ അമ്മയെ ഹഗ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഹോളിയുടെ അമ്മയായ കരണും എനിക്ക് ജോലി തീർത്തിട്ട് പുറത്തു പോകണമെന്ന് മൈക്കിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് കോളേജിലൂടെ വേഗത്തിൽ നടക്കുന്ന ഡസ്റ്റിനെയാണ്. ഡസ്റ്റിനാണെങ്കിൽ എല്ലാരെയും തട്ടി തട്ടി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഒരു ലോക്കറിന്റെ അടുത്ത് പോയി അത് തുറക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ 2 പിള്ളേര് ഡസ്റ്റിനെ ചൊറിയാനായിട്ട് വരുന്നുണ്ട്. അവര് പറയുന്നതിനെല്ലാം ഡസ്റ്റിനും വിട്ടുകൊടുക്കാതെ തിരിച്ചു പറയുമ്പോൾ അവർ ദേഷ്യത്തിൽ ഡസ്റ്റിന്റെ കോളറിൽ പിടിക്കുമ്പോഴാണെങ്കിൽ ഡസ്റ്റിൻ വിടാനൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞ് 2 പേരും അടിയാവാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലൂക്കസ് വരുന്നത്. ലൂക്കസ് വരുമ്പോഴാണെങ്കിൽ ആ പിള്ളേർ എന്തൊക്കെയോ പറയുമ്പോൾ ലൂക്കസും ഡസ്റ്റിനെ എനിത്തൊട്ടാ നീ വാങ്ങിക്കുമെന്ന് വാണ് ചെയ്യും പോലെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വില്ലും മൈക്കും വരുന്നുണ്ട്. അപ്പോൾ കാര്യം അറിയുന്ന മൈക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ 2 കൊടുക്കാൻ പറയുമ്പോൾ വില്ലും മൈക്കിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പിള്ളേരാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് ഡസ്റ്റിനെ വീണ്ടും തള്ളിയിട്ട് ദേഷ്യത്തോടെയാണ്
പോകുന്നതെങ്കിലും പേടിയുണ്ടെന്ന് അവരുടെ പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ തന്നെ വില്ലും മൈക്കും ലൂക്കസും ഡസ്റ്റിനും എല്ലാരും ഒരുമിച്ച് തന്നെ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് കാട്ടിലൂടെ വേഗത്തിലോടുന്ന എലവനെയാണ്. എലവന്റെ പുറകിലാണെങ്കിൽ എലവനെ പിടിക്കാൻ വലിയൊരു പോലീസ് ടീം തന്നെയുണ്ട്. അവരാണെങ്കിൽ കുറെ പേര് പല ഭാഗങ്ങളിലായി ഓടുമ്പാണ് എലവനാണെന്ന് കരുതി വേറെ ഒരു പെണ്ണിനെ ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ടാണെങ്കിൽ അവൾ അവിടെ വീഴുമ്പോൾ അവളെ അടുത്തു പോയി നീ ഭയങ്കര ഓട്ടക്കാരിയാണെന്ന് പറഞ്ഞ് അവളെ തിരിച്ചു കടത്തുമ്പോഴാണ് അവർക്കത് എലവനല്ലാന്ന് ബോധ്യമായത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ വലിയ ഓഫീസർ കാറിൽ നിന്ന് ഇറങ്ങി ഇവളെയും എടുത്തിട്ട് വന്ന് കൂടെയുള്ളവരോട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ അവരെല്ലാരും ആ കുട്ടിയെയും കൂടി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് എലവനെയാണ്. എലവനാണെങ്കിൽ വേഗത്തിൽ ഓടിയും ചാടിയും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഹോപ്പറും ജോയ്സും ഉണ്ട്. ഹോപ്പറാണെങ്കിൽ ഇത് പുതിയ റെക്കോർഡാണ്, 12 മിനിറ്റ് 33 സെക്കൻഡും കൊണ്ട് ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് എലവനെ അഭിനന്ദിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവർ മൂന്നാളും കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ജോയ്സ് 12 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ എലവൻ എനിക്ക് ഇനിയും ഓടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹോപ്പർ ആണെങ്കിൽ അത് തടഞ്ഞുകൊണ്ട് നീ ഇപ്പം തന്നെ ഒരുപാട് കിതക്കുന്നുണ്ട്, ഇനി പിന്നെ ആവാം എന്ന് എലവനോട് പറയുന്നുണ്ടെങ്കിലും എലവൻ അതൊന്നും മൈൻഡാക്കാതെ ഓടണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരും എലവൻ്റെ പുറകെ പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് റോബിനും നാൻസിയും സ്റ്റീവും ജോൺസണും കാര്യമായിട്ട് എന്തോ പരതുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നാൻസി എഴുന്നേറ്റിട്ട് ടെക്നിക്കൽ മാനുവൽ എന്ന ഒരു ബുക്ക് എടുത്തിട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ട് അവർ 4 പേരും എന്തൊക്കെയോ ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് പുറത്തു പോകുന്നുണ്ട്. എന്നിട്ട് വലിയൊരു ടവർ നോക്കിയിട്ട് റോബിനാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നാൻസി ഇതിൻ്റെ മുകളിൽ കയറണം, പക്ഷേ അത് അപകടമായിരിക്കുമെന്ന് പറയുമ്പോൾ സ്റ്റീവാണെങ്കിൽ അപകടമുണ്ടെങ്കിൽ ഞാൻ കയറാന്ന് പറയുമ്പോൾ ജോൺസണും വേണ്ട ഞാൻ കയറാന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ റോബിനും നാൻസിയും ഇനി എന്താക്കുക എന്ന് പറഞ്ഞ് അവർ നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം സ്റ്റീവ് പോവാന്ന് പറയുമ്പോൾ റോബിൻ എല്ലാം ഓഫാക്കണം അല്ലെങ്കിൽ നീ കരിഞ്ഞു പോകുമെന്ന് കളയാക്കി പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റീവും അതെല്ലാം എനിക്കറിയാം, ഞാൻ പൊട്ടനൊന്നും അല്ലാന്ന് അതിന് മറുപടി എന്നോണം പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ റൂം പോലത്തെ സ്ഥലത്ത് പോയിട്ട് എന്തൊക്കെയോ സ്വിച്ചൊക്കെ ഓഫാക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റീവ് ഇറങ്ങി വരുമ്പോഴാണെങ്കിൽ ജോൺസൺ ടവറിലേക്ക് കുറച്ച് കയറിയത് കണ്ടിട്ട് നീ എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ജോൺസൺ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോഴാണെങ്കിൽ സ്റ്റീവും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പുറത്തെ ഭാഗത്തേക്ക് ഓടിപ്പോയി അപ്പുറത്തെ ഭാഗത്തുകൂടി വേഗത്തിൽ വാശിയിൽ കയറുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടാളും വാശിയോടെ കയറുവാണ് ചെയ്യുന്നത്. അപ്പോൾ നാൻസിയും റോബിനും ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ അത് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ജോൺസണും സ്റ്റീവും ഒരു കോമ്പറ്റീഷൻ പോലെ വേഗത്തിൽ കയറുന്നുണ്ട്. അവർ മുകളിലെത്തിയപ്പോഴാണെങ്കിൽ ജോൺസൺ പോയിട്ട് 2 വയറുകൾ തമ്മിൽ യോജിപ്പിച്ചപ്പോൾ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പം തന്നെ സ്റ്റീവ് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ മെഷീന് ഒരു തട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മറ്റേ ലൈറ്റും കൂടി കത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ അതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് കണ്ടുപിടിച്ചെന്ന് പറയുന്നേ റോബിനെയും നാൻസിയെയും നോക്കുന്നുണ്ടെങ്കിലും അവരവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ കാണിക്കുന്നത് മൈക്കും അവൻ്റെ ഫ്രണ്ട്സും റോബിൻ വായിക്കുന്ന ന്യൂസ് കേൾക്കുന്നതാണ്. വേറെടുത്തു നിന്നാണെങ്കിൽ ജോയ്സും ഹോപ്പറും റോബിൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. മൈക്കും അവൻ്റെ ഫ്രണ്ട്സും ജോയ്സും ഹോപ്പറും എല്ലാവരും റോബിൻ പറയുന്നതിൽ കുറച്ചൊക്കെ നോട്ടിൽ എഴുതുന്നുണ്ട്. എന്നിട്ട് ജോയ്സും ഹോപ്പറും എലവനോട് പോവാന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട്. വേറെ സ്ഥലത്ത് നിന്നും മൈക്കും അവൻ്റെ ഫ്രണ്ട്സും ആ നോട്ടും എടുത്ത് വേഗത്തിൽ ഒരു കാട്ടിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നാൻസി അവളുടെ കൂടെയുള്ളവർക്ക് ചെയ്യാൻ പോകുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ മൈക്കും തൻ്റെ ഫ്രണ്ട്സിനെ ലീഡ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കണ്ടിട്ട് കാര്യമായിട്ട് എന്തോ മിഷന് പോകുന്നത് പോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. മൈക്ക് ഓരോരോ പ്ലാൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിൽ വില്ലിന് എന്തൊക്കെയോ തോന്നിയിട്ട് അവൻ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ അവന് തലയൊക്കെ കറങ്ങി വില്ല് മരത്തിൻ്റെ അടുത്തേക്ക് വീഴുമ്പോൾ മൈക്കും ലൂക്കസും ഡസ്റ്റിനും അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ വില്ലാണെങ്കിൽ അങ്ങക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മൈക്കും വെഗ്നിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ വില്ല് എനിക്കൊന്നും തിരിയുന്നില്ല, എനിക്ക് തലയൊക്കെ കറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റിട്ട് 6 മണിക്ക് വരാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോളിയെയാണ്. അവളുടെ ഫ്രണ്ട് കളിക്കുന്നതിൽ വെച്ച് അവളെ കറക്കി അവൻ നിർത്തിയപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് അവളെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഹോളി കുഴപ്പമില്ലാന്ന് ആ ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പാണെങ്കിൽ വേറൊരു ടീച്ചർ എല്ലാ കുട്ടികളെയും ക്ലാസ്സിൽ കയറ്റുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഹോളി ചിരിച്ചോണ്ട് സ്കൂളിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ടീച്ചർ അവളെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഹോളി ആരോ കൂടെയുള്ളതുപോലെ ചിരിച്ചും കളിച്ചും ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ട ടീച്ചർ അത്ഭുതത്തോടെ ഹോളിയെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ലാബാണ്. ലാബിലെ ഡോക്ടർ കീ എന്ന ഡോക്ടറിൻ്റെ സെർവൻറ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ ഒരു ജീവനുള്ള പിടക്കുന്ന സാധനത്തെ മുറിക്കുന്നുണ്ട്. അങ്ങനെ അവർ എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ അവിടുത്തെ ചില്ലിനുള്ളിലാക്കിയ ഒരു മോൺസ്റ്ററിനെ പോലത്തെ എന്തോ പെട്ടെന്ന് ചില്ലിനടിക്കുന്നുണ്ട്. അത് കണ്ട് സെർവൻറ്റ് പേടിക്കുമ്പോൾ ഡോക്ടർ കീ പേടിക്കണ്ട, അത് കടിക്കൊന്നുമില്ല, ചങ്ക് നെരിച്ച് കൊല്ലുക മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെന്തൊക്കെയോ സംസാരിച്ചിട്ട് സെർവൻറ്റ് പോകാൻ നോക്കുമ്പോൾ ആണെങ്കിൽ ഡോക്ടർ കീ തിരിഞ്ഞ് ഡോക്ടർ കീ അവനെ തിരിച്ചു വിളിച്ച് എനിക്ക് ആ പെണ്ണിനെ വേണമെന്ന് പറയുന്നുണ്ട്. പെണ്ണെന്ന് പറഞ്ഞത് എലവനെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത സീനിലേക്ക് പോകുമ്പോൾ കാണിക്കുന്നത് എലവനെയും ജോയ്സിനെയും ഹോപ്പറിനെയാണ്. അവരെല്ലാവരും നടക്കുമ്പോൾ എലവൻ ഞാൻ 4 സെക്കൻഡ് മുമ്പാണ് എത്തിയതെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോപ്പർ ആണെങ്കിൽ ബാക്കി നാളെ നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എലവനും ഞാൻ 12:30-ക്ക് ശേഷം നിങ്ങളുടെ കൂടെ വരില്ല എന്ന് ഞാൻ സത്യം ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ ഹോപ്പറാണെങ്കിൽ അതെൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ കുഴപ്പമില്ല, ഇതിനെല്ലാം കാരണം ഡയാനയാണെന്ന് പറഞ്ഞ് മുകളിലേക്കുള്ള ഏണി കയറി പോകുന്നുണ്ട്. മുകളിലേക്ക് കയറിയിട്ട് ഒരു വീടിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. അവർ നേരെ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഹോപ്പർ പറയുന്നതിനെയെല്ലാം ദേഷ്യത്തോടെയാണ് എലവൻ റെസ്പോൺസ് ചെയ്യുന്നത്. 6 പ്രാവശ്യമായി നിങ്ങൾ എന്നെ കൂട്ടാതെ പോകുന്നത്, ഇന്ന് എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുമ്പോൾ ഹോപ്പറാണെങ്കിൽ എന്നാൽ ഹെൻറി എവിടെയാണെന്ന് നീ കണ്ടുപിടിക്കുക, നീ പോയി കണ്ടുപിടിക്കുക എന്ന് ദേഷ്യത്തോടെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോയ്സും ഹോപ്പറിൻ്റെ പുറകെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ലൂക്കസിൻ്റെ ഫ്രണ്ടിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ കോളേജിലെ ലോക്കർ തുറക്കുമ്പോൾ അതിനകത്ത് നിന്നൊരു പാമ്പിനെ കണ്ട് പേടിച്ച് പുറകോട്ട് പോകുന്നുണ്ട്. അത് കണ്ട എല്ലാവരും ഇത് വിഷമുള്ള പാമ്പൊന്നും അല്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോളിയെ കൂട്ടാൻ സ്കൂളിൻ്റെ പുറത്ത് നിൽക്കുന്ന മൈക്കിനെയാണ്. കുറേ നേരം കാത്തിരുന്നിട്ടും ഹോളിയെ കാണാത്തോണ്ട് സ്കൂളിൻ്റെ അകത്ത് കയറുന്നുണ്ട്. സ്കൂളിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഒരു ബെഞ്ചിൽ ഹോളി ഇരിക്കുന്നതായിട്ട് മൈക്ക് കാണുന്നത്. അപ്പം തന്നെ മൈക്ക് അടുത്തേക്ക് പോയിട്ട് ഞാൻ എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു, നീ എന്താ വരാത്തേന്ന് പറയുമ്പോൾ ഹോളി എന്നെ ഇവിടെ ഇരുത്തിയേക്കുവാണെന്ന് അവളുടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന ടീച്ചറിനെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ മൈക്കും അവളുടെ കൂടെ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോളി ആരോ എന്നെ രക്ഷിക്കുന്നുണ്ട്, അവൻ പറഞ്ഞത് അവിടെ മുഴുവൻ മോൺസ്റ്ററാണ്, ചെറിയ കുട്ടികളെ അത് തിന്നുമെന്നൊക്കെയാണ് അവൻ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ മൈക്കാണെങ്കിൽ മോൺസ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ, പണ്ട് ഞാനും പേടിച്ചിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഹോളിയും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് വില്ലിനെയും ലൂക്കസിനെയുമാണ്. വില്ലാണെങ്കിൽ വെഗ്ന അടുത്ത് വരുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് മൈക്ക് പറഞ്ഞിനി, പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂന്നും പറഞ്ഞിനി. മൈക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ വെഗ്നനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ലൂക്കസിനോട് ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ലൂക്കസ് ആണെങ്കിൽ എനിക്കും വെഗ്ന കണ്ടുപിടിക്കാനാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വില്ല് എഴുന്നേറ്റിട്ട് നീ ടാബ്ലിൻ്റെ അടുത്ത് വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വില്ല് എണീച്ച് പോകുന്നുണ്ട്. അപ്പോഴാണ് മാക്സിനെ കാണിക്കുന്നത്. മാക്സ് ആരാന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, സീസൺ 4-ൽ വില്ല് വെട്ട പോലെ വെഗ്നയുടെ ട്രാപ്പിൽ പെട്ടിട്ട് പരിക്കൊക്കെ പറ്റി കിടക്കുകയാണ്. മാക്സിന്റെ കിടപ്പ് കണ്ടിട്ട് ബോധമൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഡസ്റ്റിനെയാണ്. ഡസ്റ്റിനാണെങ്കിൽ എഡ്ഡീൻ്റെ കല്ലറൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഒരു ടിന്ന് കല്ലറൻ്റെ അടുത്ത് വെച്ചിട്ട് നിനക്ക് ബോറടിക്കുന്നുണ്ടോ എന്നൊക്കെ
കല്ലറയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കല്ലറയുടെ മുകളിൽ ഒരു ചുവന്ന എന്തോ കൊണ്ട് എഴുതിയത് തൊട്ടു നോക്കുന്നുണ്ട്. അപ്പോൾ കല്ലറിൻ്റെ അടുത്താണെങ്കിൽ ചുവപ്പ് കലർന്ന എല്ലുകൾ കണ്ട് പേടിച്ചിട്ട് ഡസ്റ്റിൻ പുറകോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ കോളേജിലെ പിള്ളേര് എന്തൊക്കെയോ പറഞ്ഞ് പല ഭാഗത്ത് നിന്നായി വരുന്നുണ്ട്. അവരെന്തൊക്കെയോ പറയുമ്പോൾ ഡസ്റ്റിൻ അവരെയൊക്കെ മാറി മാറി നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ അടുത്ത് വരുമ്പോൾ ഡസ്റ്റിനും എണീറ്റ് എന്തൊക്കെയോ പറയുന്നുണ്ട്. പറഞ്ഞ് അവസാനമാണെങ്കിൽ അത് അടിയായി മാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഡസ്റ്റിൻ ദേഷ്യത്തോടെ ടിന്നൊക്കെ തുറന്ന് അവരുടെയൊക്കെ ശരീരത്ത് അതിനകത്തുള്ള ദ്രവം ഒഴിക്കാണ് ചെയ്യുന്നത്. ആ ടിന്നുകൊണ്ട് അവരുടെയൊക്കെ തലക്കടിക്കുന്നുമുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് ഡസ്റ്റിൻ്റെ കാല് പിടിച്ചു വലിച്ച് നിലത്തിട്ട് വലിക്കുമ്പോഴാണെങ്കിൽ ഡസ്റ്റിൻ തിരിഞ്ഞു നിന്ന് അവൻ്റെ നെഞ്ചിൽ ചവിട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പാണെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് ഡസ്റ്റിനെ അടിച്ച് പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ ഡസ്റ്റിൻ്റെ മുഖം പിടിച്ച് എന്തൊക്കെയോ പറയുമ്പോൾ ഡസ്റ്റിനാണെങ്കിൽ അവൻ്റെ വായിലുള്ള ചോര അവൻ്റെ മുഖത്തേക്ക് തുപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പയ്യൻ ദേഷ്യത്തോടെ ഡസ്റ്റിൻ്റെ മുഖം പിടിച്ച് 2-3 കുത്ത് പിന്നെയും കൊടുക്കുന്നുണ്ട്. അപ്പാണെങ്കിൽ ഡസ്റ്റിൻ അങ്ങോട്ട് വരുമ്പം തന്നെ ലൂക്കസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ നേരം ലൂക്കസ് ആണെങ്കിൽ നീ കേൾക്കുന്നുണ്ടോ ഡസ്റ്റിനെ, നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഡസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്. അപ്പാണെങ്കിൽ ലൂക്കസിൻ്റെ അടുത്തേക്ക് റോബിനും വേറെ കുറേ പേരും വന്നിട്ട് റോബിനാണെങ്കിൽ ഞാൻ ഡസ്റ്റിൻ്റെ അമ്മയെ വിളിച്ചിരുന്ന് അമ്മയ്ക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൈക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആണെങ്കിൽ എലവനും ജോയ്സും ഹോപ്പറും അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നുണ്ട്. അപ്പം തന്നെ മൈക്ക് ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി എലവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ മൈക്കും എലവനും ഫാക്ടറിൻ്റെ മുകളിലിരുന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവരുടെ താഴെ നിന്ന് ലൂക്കസ് എല്ലാം റെഡിയായി നിങ്ങൾ ഇറങ്ങി വന്ന് മൈക്കിനോടും എലവനോടും പറയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് റോബിൻ ആണെങ്കിൽ സ്റ്റീവിന് അവൻ ചെയ്യേണ്ടതിനെ പറ്റി ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. എന്തൊക്കെയോ സേഫ്റ്റി ലോക്കിനെ കുറിച്ചൊക്കെ റോബിൻ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അപ്പോൾ സ്റ്റീവും അവൻ്റെ കൂടെയുള്ളവരും അതുപോലെ ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റീവ് സേഫ്റ്റി ലോക്കർ പിടിച്ച് തിരിച്ചിട്ട് അവിടെ വരുന്നതെല്ലാം റോബിൻ പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോപ്പറും ജോയ്സും ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. വില്ല് ഹോപ്പറിൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ നീ എവിടെയും വരുന്നില്ല, ഡസ്റ്റിനെ കാണുന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഹോപ്പറും ജോയ്സും അവിടെ നിന്ന് പോവാൻ ചെയ്യുന്നത്. പിന്നെയാണെങ്കിൽ ജോൺതനും സ്റ്റീവും ഒരു വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ എലവനെ കൂട്ടാത്തോണ്ടാണ് തോന്നുന്നത്. എലവൻ്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഹോപ്പറിനെയാണ്. ഹോപ്പറാണെങ്കിൽ ഒരു ഗുഹയിലൂടെ പോയിട്ട് ഏണി കയറി മുകളിലോട്ട് പോകുന്നുണ്ട്. ഹോപ്പർ തോക്കൊക്കെ പിടിച്ച് പൂട്ടിയ സ്ഥലത്തു കൂടി നടക്കുന്നുണ്ട്. നടന്ന് ഒരു ചില്ലുവാതിലിലൂടെ അകത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ മുഴുവനും കാവൽക്കാരെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹോപ്പർ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ബൈനോക്കുലറൊക്കെ വെച്ച് അവിടെ നിരീക്ഷിക്കുന്ന ലൂക്കസിനെയും മൈക്കിനെയാണ്. പിന്നെയാണെങ്കിൽ ജോയ്സ് മൈക്കിനെ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുകയും അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവർ നോക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് വലിയൊരു വണ്ടി വരുന്നുണ്ട്. പിന്നെ എന്തോ ഒരു കനാല് പോലത്തെ ഫുൾ ഓറഞ്ച് കളറുള്ള ഒരു ഭാഗത്തേക്ക് 2 ആളുകൾ പോകുന്നുണ്ട്. അവർ 2 ആളും ഫുൾ സേഫ്റ്റി ഡ്രസ്സും തോക്കും പിടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവർ 2 ആളാണെങ്കിൽ ആ തോക്കുകൊണ്ട് അതിനകത്ത് നിന്ന് തീയടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വേറൊരു വണ്ടിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഹോപ്പർ എല്ലാം ക്ലിയർ അല്ലേ എന്ന് ലൂക്കസിനോടും മൈക്കിനോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൈക്ക് ഈസ്റ്റ് ഭാഗം എല്ലാം ശരിയാണെന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പം തന്നെ ലൂക്കസ് അവിടെ ഒരുത്തൻ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് ഹോപ്പറിന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയാണെങ്കിൽ അവിടെ തീയടിക്കുന്ന ആളുകൾ തീയടിച്ച് മുന്നിലെ ഭാഗം ഇല്ലാണ്ടാക്കിയപ്പോഴാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു വീട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെയാണെങ്കിൽ 3 വണ്ടി കാവൽക്കാരെ അതിനകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അതിൽ ഒരു വണ്ടിയിൽ ഹോപ്പറും കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം തന്നെ മൈക്ക് ജോയ്സിനോട് ഹോപ്പർ പോയെന്ന് ഇൻഫർമേഷൻ പറയുമ്പോൾ ജോയ്സ് ആണെങ്കിൽ ജോൺതനും സ്റ്റീവിനും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ജോൺതൻ ആണെങ്കിൽ ഒരു നമ്പർ കൂടുന്നത് നോക്കിയിട്ട് സ്റ്റീവിനോട് വണ്ടി എടുക്കാൻ പറയുന്നുണ്ട്.
പിന്നെ ആണെങ്കിൽ ജോയ്സ് ഹോപ്പറിനോട് കേൾക്കുന്നുണ്ടോ, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹോപ്പറും എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ ഹോപ്പർ പോയ വണ്ടിയടക്കം വണ്ടികളെല്ലാം കൂട്ടിയിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോയ്സ് എന്താ പറ്റിയെന്നൊക്കെ ഹോപ്പറിനോട് പറയുമ്പോൾ ഹോപ്പർ വണ്ടി നിർത്തി ഇട്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റോബിൻ എന്തിനാ വണ്ടി നിർത്തിയെന്ന് ടെൻഷനോട് ചോദിക്കുമ്പോൾ ഹോപ്പർ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എലവനാണെങ്കിൽ അവർക്ക് ഹോപ്പറിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വെപ്രാളത്തോടെ ചോദിക്കുമ്പോൾ നാൻസി അത് നമുക്ക് തിരിയൂല എന്ന് പറയുന്നുണ്ട്. പിന്നെയാണെങ്കിൽ ഹോപ്പറിന്റെ മുന്നിലൂടെ ആരൊക്കെയോ നടക്കുന്നത് കാണുമ്പോൾ ഹോപ്പർ തോക്കൊക്കെ എടുത്തിട്ട് കെയർഫുൾ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എലവൻ ഇനി പിടിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ വില്ലിന്റെ കണ്ണിന്റെ ഉള്ളിലൂടെ പോയി അവിടെയുള്ള കാവൽക്കാരെയും ഒരു മോൺസ്റ്റർ അടിച്ചിടുന്നുണ്ട്. അതിൽ വലിയ സംശയമൊന്നുമില്ല, അത് ഡെമോഗോർഗനായിരിക്കും. അപ്പാണെങ്കിൽ ജോയ്സും എല്ലാവരും നിന്ന റൂമിലെ ലൈറ്റൊക്കെ മിന്നാണ് ചെയ്യുന്നത്. അപ്പോഴാണെങ്കിൽ ഹോപ്പർ ഇരുന്ന വണ്ടിയെടുത്ത് ഒരു കാവൽക്കാരൻ വേഗം പോകുന്നുണ്ട്. അപ്പോൾ ഹോപ്പർ ആ വണ്ടീൻ്റെ പുറകിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആണെങ്കിൽ ഡെമോഗോർഗിൻ ആ വണ്ടീൻ്റെ പുറകെ ഓടി വരുന്നത് കാണുന്നുണ്ട്. ഡെമോഗോർഗിനാണെങ്കിൽ ആ വണ്ടി ഓടിക്കുന്നവനെ കൊല്ലുന്നുണ്ട്. അപ്പം തന്നെ ആ വണ്ടി പോയി ഒരു മരത്തിൽ ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ വില്ലും തലയടിച്ച് നിലത്ത് വീഴാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വില്ലിനെ നോക്കുന്നുമുണ്ട്. പിന്നെ വീണ്ടും കാണിക്കുന്നത് ആ ആക്സിഡൻ്റ് ആയ വണ്ടിയിൽ നിന്ന് ഹോപ്പർ പുറത്തിറങ്ങുന്നുണ്ട്. എന്നിട്ട് ഹോപ്പർ ആണെങ്കിൽ ജോയ്സിനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് നിന്ന് ജോയ്സിൻ്റെ മറുപടി ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണെങ്കിൽ ചുറ്റിൽ നിന്നും സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഹോപ്പർ തോക്കും പിടിച്ച് അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വില്ലിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവൻ പേടിച്ച് എഴുന്നേറ്റ് ജോയ്സിനെ പിടിച്ചിട്ട് ഡെമോഗോർഗിനെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഡെമോഗോർഗിൻ അവിടുത്തെ കാവൽക്കാരെയൊക്കെ അടിച്ചിട്ടെന്നും അങ്ങനെ എന്തൊക്കെയോ അവൻ പറയുമ്പോൾ ആണെങ്കിൽ പുറകിൽ നിന്ന് അവൻ എന്തൊക്കെയോ പറയുമ്പോൾ ആണെങ്കിൽ ജോയ്സ് അതൊന്നും ഇല്ലാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ നിന്ന് ഇതൊക്കെ റോബിനും നാൻസിയും എലവനും കേൾക്കുന്നുണ്ടായിരുന്നു. അവര് ഹോപ്പറിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ധൃതിയിൽ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഹോളിയാണ്. അവൾ നോക്കുമ്പോഴാണെങ്കിൽ സൈഡിൽ നിന്ന് അവളുടെ കളിപ്പാട്ടമൊക്കെ കത്തുന്നുണ്ട്. പിന്നെ റൂമിലെ മുഴുവൻ ലൈറ്റും മിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റൂമിലെ മുകളിലുള്ള ചുമരൊക്കെ പൊട്ടിയിട്ട് ഡെമോഗോർഗൻ വരുന്നുണ്ട്. അപ്പോൾ ഹോളി നിലവിളിച്ചുകൊണ്ട് മോം എന്ന് വിളിച്ച് ഒരു മൂലയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 എപ്പിസോഡ് 1 ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എപ്പിസോഡുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.